നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മുടെ അഭാവത്തിൽ നമുക്കെതിരെ ഗൂഢാലോചന നടത്താറുണ്ടോ? മനുഷ്യബന്ധങ്ങൾ സങ്കീർണമാണ്. പലപ്പോഴും മുഖത്തു നോക്കി ശത്രുത പ്രഖ്യാപിക്കുന്നവരേക്കാൾ അപകടകാരികൾ സ്നേഹം നടിച്ച് കൂടെ നിൽക്കുന്ന ശത്രുക്കളാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാം, അവരിൽ നിന്ന് പ്രതിരോധിക്കാനും എളുപ്പമാണ്. എന്നാൽ നമ്മുടെ രഹസ്യങ്ങൾ അറിയാവുന്ന, നമ്മുടെ ബലഹീനതകൾ അറിയാവുന്ന, സ്നേഹത്തിന്റെ മുഖംമൂടി ധരിച്ച വഞ്ചകരെ തിരിച്ചറിയാൻ വൈകുന്നത് ജീവിതത്തിലെ വലിയ പരാജയങ്ങൾക്ക് കാരണമാകും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യ ചാണക്യൻ ഇത്തരം ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വളരെ വ്യക്തമായി ചാണക്യനീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമാണോ അതോ വെറുപ്പാണോ എന്ന് അവരുടെ പെരുമാറ്റത്തിലെ സൂക്ഷ്മമായ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചാണക്യൻ പറഞ്ഞ അത്തരം 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ, അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും സഹപ്രവർത്തകരായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഊർജ്ജം, വികാരം എന്നിവ തെറ്റായ ആളുകൾക്കായി ചിലവാക്കാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ജീവിതത്തിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ അറിവുകൾ അത്യാവശ്യമാണ്. ഈ വലിയ അറിവിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുള്ളവരെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെന്ന് ഉറപ്പാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് സഹായിക്കും. ഇനി നമുക്ക് ചാണക്യനീതി പറയുന്ന ആ 10 ലക്ഷണങ്ങൾ ഓരോന്നായി വിശദമായി പരിശോധിക്കാം. 1. അമിതമായ മുഖസ്തുതി പറയുന്നവർ. ചാണക്യൻ പറയുന്നു, മുഖത്തിനു നേരെ മധുരമായി സംസാരിക്കുകയും എന്നാൽ മുതുകിന് പിന്നിൽ കാര്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ വിഷകുംഭം പോലെ ഉപേക്ഷിക്കണം. വിഷം നിറച്ച കുടത്തിന്റെ വായഭാഗത്ത് മാത്രം പാൽ പുരട്ടിയതുപോലെയാണ് ഇത്തരക്കാർ. നിങ്ങളെ കാണുമ്പോൾ മാത്രം അമിതമായി പുകഴ്ത്തുകയും നിങ്ങളുടെ ന്യായമായതും അന്യായമായതുമായ എല്ലാ കാര്യങ്ങൾക്കും ശരി മാത്രം പറയുകയും ചെയ്യുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളുടെ തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കും. നിങ്ങൾ പോകുന്നത് തെറ്റായ വഴിയിലാണെങ്കിൽ നിങ്ങളെ തടയാൻ അവർ മടിക്കില്ല. എന്നാൽ നിങ്ങളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങളെ സുഖിപ്പിക്കാൻ ശ്രമിക്കും. ഇവർക്ക് നിങ്ങളുടെ വളർച്ചയിലല്ല, മറിച്ച് നിങ്ങളെ ഉപയോഗിക്കുന്നതിലാണ് താൽപ്പര്യം. നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും കൈയടിക്കുന്ന ഒരാൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ പതനത്തിന് കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അർഹിക്കാത്ത അഭിനന്ദനങ്ങൾ നൽകുന്നവർ പലപ്പോഴും ഉള്ളിൽ അസൂയ സൂക്ഷിക്കുന്നവരായിരിക്കും. അവരുടെ വാക്കുകളിലെ മധുരം അവരുടെ മനസ്സിലെ വിഷം മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതുകൊണ്ട് വിമർശിക്കുന്നവരെക്കാൾ ഭയക്കേണ്ടത് അകാരണമായി പുകഴ്ത്തുന്നവരെയാണ്. 2. നിങ്ങളുടെ പരാജയങ്ങളിൽ രഹസ്യമായി സന്തോഷിക്കുന്നവർ. നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റുകയോ ബിസിനസ്സിൽ വലിയൊരു നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ സാരമില്ല എന്ന് പറയുന്നതിനൊപ്പം അവരുടെ മുഖത്ത് ഒരു ചെറിയ ചിരി നിങ്ങൾ കാണാറുണ്ടോ? അതോ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം വരുന്നുണ്ടോ? ചാണക്യനീതി പ്രകാരം ശത്രുക്കൾക്ക് മാത്രമേ നിങ്ങളുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ കഴിയൂ. നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങളുടെ പരാജയം വലിയൊരു ആശ്വാസമാണ്. അവർ പുറമേ സഹതാപം കാണിച്ചേക്കാം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലേ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ നന്നായിപ്പോയി, അവന് അഹങ്കാരം കൂടുതലായിരുന്നു എന്ന ചിന്തയായിരിക്കും. ഇത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അതീവ ദുഃഖത്തിലിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുക. ആ കണ്ണുകളിൽ വിഷമത്തിന് പകരം ഒരു സംതൃപ്തി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പരാജയം അവർ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. 3. രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവർ. വിശ്വാസമെന്നത് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയാണ്. നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന ഒരു രഹസ്യം മറ്റൊരാളോട് തമാശ രൂപേണയാണെങ്കിൽ പോലും പറയുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാത്ത ഒരാൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകില്ല. ചാണക്യൻ പറയുന്നത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ്. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ആയുധമാക്കും. നിങ്ങൾ അവരോട് പറഞ്ഞ സ്വകാര്യ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഉടൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അകറ്റുക. അവർ നിങ്ങളെ വ്യക്തിപരമായി തകർക്കാൻ കാത്തിരിക്കുന്നവരാണ്. നിങ്ങൾ ഒരു ദൗർബല്യം അവരുമായി പങ്കുവെക്കുമ്പോൾ അത് നാളെ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമായി അവർ മാറ്റിവെക്കുന്നു. ഇത്തരം ആളുകളോട് മനസ്സ് തുറക്കുന്നത് സ്വന്തം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. 4. പൊതുസമൂഹത്തിൽ നിങ്ങളെ ബഹുമാനിക്കാത്തവർ. തമാശ എന്ന പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ കളിയാക്കലുകൾ സ്വാഭാവികമാണ്. എന്നാൽ അതിനൊരു അതിർവരമ്പുണ്ട്.
ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ തിരുത്തുന്നത് സ്വകാര്യമായിട്ടായിരിക്കും. 4 പേരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിക്കാൻ അവർ ശ്രമിക്കില്ല. എന്നാൽ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ സദസ്സിൽ വെച്ച് നിങ്ങളുടെ അറിവില്ലായ്മയെയോ വസ്ത്രധാരണത്തെയോ അല്ലെങ്കിൽ പഴയ തെറ്റുകളെയോ എടുത്തുകാട്ടി ചിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ അതിനെ എതിർത്താൽ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ എന്തിനാണ് ഇത്ര കാര്യമാക്കുന്നത് എന്ന് ചോദിച്ച് അവർ ഇതിനെ ന്യായീകരിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ബഹുമാനമില്ലാത്ത ഇടത്ത് സ്നേഹം നിലനിൽക്കില്ല. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് അപമാനം മരണത്തേക്കാൾ വേദനാജനകമാണ് എന്നാണ്. അത്തരം അപമാനങ്ങൾ തമാശയായി കാണാതിരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നവർ നിങ്ങളെ വെറുക്കുന്നവരാണ്. 5. ആവശ്യത്തിന് മാത്രം ബന്ധപ്പെടുന്നവർ. നിങ്ങളുടെ നല്ല കാലത്ത് മാത്രം കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അപ്രത്യക്ഷരാവുകയും ചെയ്യുന്നവർ. ഇവരെയാണ് കാലാവസ്ഥാ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. ചാണക്യൻ പറയുന്നു, കാക്കകൾ മാംസമുള്ള എല്ലിൻ കഷ്ണത്തെ മാത്രമേ സ്നേഹിക്കാറുള്ളൂ. മാംസം തീർന്നാൽ അവ എല്ലിനെ ഉപേക്ഷിക്കും. ഇതുപോലെയാണ് സ്വാർത്ഥരായ മനുഷ്യരും. നിങ്ങളുടെ പക്കൽ പണമോ അധികാരമോ സ്വാധീനമോ ഉള്ളപ്പോൾ അവർ നിങ്ങളുടെ നിഴലായി കൂടെയുണ്ടാകും. എന്നാൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഒന്ന് സഹായിക്കാൻ ഫോൺ എടുത്താൽ പോലും അവർക്ക് തിരക്കായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എന്തെങ്കിലും ലാഭം നൽകുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇവരെ തിരിച്ചറിയാൻ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവരുടെ അനാവശ്യമായ ഒരു ആവശ്യം നിരസിക്കുക. ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ തനി നിറം പുറത്തുവരും. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എവിടെയെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതെ, സത്യമാണ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവമോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. 6. നിങ്ങളുടെ ശത്രുക്കളുമായി ചങ്ങാത്തം കൂടുന്നവർ. ഇതൊരു വലിയ അപായ സൂചനയാണ്. നിങ്ങൾക്കും അവർക്കും പൊതുവായ ഒരു ശത്രു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച ഒരാളുമായി അവർ അമിത അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചാണക്യനീതിയിൽ ശത്രുവിന്റെ മിത്രം ശത്രു തന്നെയാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ എതിരാളിയുമായി രഹസ്യബന്ധം പുലർത്തുന്ന ഒരാൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ യാതൊരു മടിയുമുണ്ടാകില്ല. അവർ ഞാൻ പക്ഷം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ കൂറ് എന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ നിങ്ങളുടെ സുഹൃത്ത് ന്യായീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള കൂറ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെ തകർക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഈ സുഹൃത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. 7. എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്നവർ. നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അത് നടക്കില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല, അത് വലിയ ബാധ്യതയാകും എന്ന് മാത്രം പറയുന്നവർ. ക്രിയാത്മകമായ വിമർശനം വേറെ, നിരുത്സാഹം വേറെ. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങൾ വളരുന്നത് കാണാൻ ഇഷ്ടമല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വിജയിച്ചാൽ അവരുടെ സ്ഥാനം താഴെപ്പോകുമോ എന്ന ഭയമാണ് അവരെക്കൊണ്ടങ്ങനെ പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പുച്ഛിച്ചു തള്ളുന്നവരെ ചാണക്യൻ ഉപേക്ഷിക്കാൻ ഉപദേശിക്കുന്നു. ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴോ പുതിയൊരു മാറ്റത്തിന് ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ ചിറകരിയുന്ന വാക്കുകൾ പറയുന്നവർ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളല്ല. അവർക്ക് നിങ്ങൾ എന്നും അവരുടെ താഴെയായിരിക്കാനാണ് ആഗ്രഹം. 8. ഉള്ളിലെ അസൂയ. അസൂയ എന്നത് മറച്ചുവെക്കാൻ പാടുള്ള ഒരു വികാരമാണ്. എന്നാൽ ചിലരുടെ വാക്കുകളിലും നോട്ടത്തിലും അത് പ്രകടമാകും. ഒരാളുടെ പുരോഗതിയിൽ അസ്വസ്ഥരാകുന്നവരാണ് അസൂയക്കാർ. നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങുമ്പോഴോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുമ്പോഴോ അവരുടെ മുഖം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളുടെ വിജയത്തെ ഭാഗ്യം എന്ന് മാത്രം വിളിക്കുന്നുണ്ടോ? ഓ, അവനത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ കഴിവുണ്ടായിട്ടല്ല എന്നു പറഞ്ഞ് നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ ഇകഴ്ത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് കടുത്ത അസൂയയുണ്ട്. അസൂയയുള്ള മനസ്സിന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അവർ എപ്പോഴും നിങ്ങളോട് മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സന്തോഷം അവരുടെ ദുഃഖമായി മാറുന്നുണ്ടെങ്കിൽ ആ ബന്ധം വിഷലിപ്തമാണ്. 9. കണ്ണിൽ നോക്കി സംസാരിക്കാത്തവർ. ശരീരഭാഷ ഒരിക്കലും കള്ളം പറയില്ല. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നോട്ടം എപ്പോഴും അലഞ്ഞു തിരിയുന്നതാണെങ്കിൽ അതിനർത്ഥം അവർ എന്തോ മറച്ചുവെക്കുന്നു എന്നാണ്. ചാണക്യൻ മനുഷ്യരുടെ സ്വഭാവങ്ങളെ പഠിക്കാൻ അവരുടെ കണ്ണുകളെ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഞ്ചന മനസ്സിലുള്ള ഒരാൾക്ക് സത്യസന്ധമായ ഒരാളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അവർക്ക് നിങ്ങളോട് താൽപ്പര്യമില്ല എന്നതിന്റെയോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് കള്ളം പറയുകയാണ് എന്നതിന്റെയോ ലക്ഷണമാണിത്. തീർച്ചയായും ലജ്ജയോ ഭയമോ ഉള്ളവരും ഇങ്ങനെ ചെയ്തേക്കാം. എന്നാൽ സ്ഥിരമായി ഒരാൾ കൺവെട്ടത്ത് നിന്ന് ഒഴിഞ്ഞുമാറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവരുടെ മനസ്സ് കലുഷിതമാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. 10. നിങ്ങളെ കേൾക്കാൻ തയ്യാറാകാത്തവർ. ഒരു സംഭാഷണത്തിൽ എപ്പോഴും അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ.
ഇത് നിങ്ങളോടുള്ള അവഗണനയുടെ ലക്ഷണമാണ്. നിങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ അവർ ഫോണിൽ നോക്കുകയോ വിഷയം മാറ്റുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകും. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ പ്രധാനമല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കണം, അവരുടെ വിശേഷങ്ങൾ പറയണം എന്ന് മാത്രമേയുള്ളൂ. പരസ്പര ബഹുമാനമില്ലാത്ത ഒരിടത്തും നല്ലൊരു ബന്ധം വളരില്ല എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. നിങ്ങളെ കേൾക്കാൻ സമയം കണ്ടെത്താത്തവർ നിങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കില്ല. ഈ 10 ലക്ഷണങ്ങൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവരോട് വഴക്കിടാനോ യുദ്ധം ചെയ്യാനോ പോകേണ്ടതില്ല. ചാണക്യൻ പറയുന്നത്, അറിവുള്ളവർ മൗനത്തിലൂടെയും അകലം പാലിക്കുന്നതിലൂടെയും ശത്രുക്കളെ നേരിടുന്നു എന്നാണ്. ഇവരെ തിരിച്ചറിയുക, മാനസികമായി ഒരു അകലം സൂക്ഷിക്കുക. നിങ്ങളുടെ സന്തോഷവും സമാധാനവും മറ്റാരുടെയും കൈകളിലല്ല, അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വിഷമുള്ള പാമ്പിനെ നമ്മൾ വെറുക്കുന്നതുകൊണ്ടല്ല ഒഴിവാക്കുന്നത്, അത് നമ്മളെ കൊല്ലും എന്നുറപ്പുള്ളതുകൊണ്ടാണ്. അതുപോലെ നെഗറ്റീവായ ആളുകളെ ഒഴിവാക്കുന്നത് നമ്മളെത്തന്നെ സംരക്ഷിക്കാനാണ്. ചില വാതിലുകൾ അടയ്ക്കുന്നത് അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് അത് നമ്മുടെ സമാധാനത്തിന് ആവശ്യമായതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധരായ ആളുകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.